സഹൃദയരെ, ഗുരുജനങ്ങളെ, ഏവർക്കും എൻ്റെ ഗുരുവന്ദനം. എൻ്റെ കഥ നടക്കുന്നത് ഇവിടെയല്ല, അവിടെയുമല്ല, പിന്നെവിടാ, അങ്ങ് ദൂരെ. ദൂരെ എന്ന് വെച്ചാ അങ്ങ് ദൂരെ 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 ഒരു ദേശത്ത്. ആട്ടെ, ഞാൻ കഥ പറയുന്നതിന് മുമ്പ് എന്നെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടണ്ടേ? എന്നെക്കുറിച്ച് പറഞ്ഞാൽ കഥികയല്ല, കലാകാരി അല്ല ഞാൻ, കേവലം ഞാനൊരു വിദ്യാർത്ഥി മാത്രം. കഥികയല്ല, കലാകാരി അല്ല ഞാൻ, കേവലം ഞാനൊരു വിദ്യാർത്ഥി മാത്രം. ഞാനൊരു കലാകാരിയോ കാതികയോ ഒന്നുമല്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെ പോലെ ഈ സെന്റ് മേരീസ് നഴ്സറി സ്കൂളിലെ UKG വിദ്യാർത്ഥി മാത്രം. എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയുടെ പേരാണ് മാമ്പഴ. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞാണ് ഏറ്റവും വിലപ്പെട്ടത്. ഉള്ളിൻ്റെ ഉള്ളിൽ വിതുമ്പി നിൽക്കുന്ന മാതൃസാഹിത്യത്തിനെ ഒട്ടും കുറവുണ്ടാകുകയില്ല. അതിനുദാഹരണമാണ് വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം എന്ന കഥാകാവ്യം. ആ കവിതയിലെ ചെറിയ ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതാ അങ്ങോട്ട് നോക്കൂ, ഒരു കൊച്ചു വീട് കാണുന്നില്ലേ? നാലുകാലുള്ളൊരു വീട്, ഓലയാൽമേനൊരു വീട്. വീടിന്റെ മുറ്റത്ത് പൂത്തൂലിടുന്നു തേന്മാവിൻ പൂവുള്ള കൊമ്പ്. തേന്മാവിൻ പൂവുള്ള കൊമ്പ്. നിറയെ പൂത്തിൽ നിൽക്കുന്ന ആ തേന്മാവിന്റെ ചുട്ടിൽ ഒരു കൊച്ചു കുട്ടി നിൽപ്പുണ്ടല്ലോ. അതാരാ? നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ. ഒരു കൊച്ചു കമ്പുമായി മാവി ചൊട്ടിലായി ഒരു പാലം നിന്നു കളിച്ചിടുന്നു. ഒരു കൊച്ചു കമ്പുമായി മാവി ചൊട്ടിലായി ഒരു പാലം നിന്നു കളിച്ചിടുന്നു. നിറയെ പൂത്തിൽ നിൽക്കുന്ന ആ തേന്മാവിന്റെ ചൂട്ടിൽ ഒരു കൊച്ചു കുട്ടി നിൽപ്പുണ്ടല്ലോ. അതാരാ? നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ. ഒരു കൊച്ചു മാവി ചൊട്ടിലായി ഒരു പാലം നിന്നു കളിച്ചിടുന്നു. ഒരു കൊച്ചു കമ്പുമായ മാവി ചൊട്ടിലായി ഒരു പാലം നിന്നു കളിച്ചിടുന്നു. കുരുത്തം കെട്ടവൻ, അവൻ എന്തൊരു പണിയാ കാണിച്ചത്? നിറയെ പുത്തനിരിക്കുന്ന ആ തേനിന്റെ പൂവെല്ലാം തല്ലിപ്പറിച്ച് കളഞ്ഞില്ലേ? അമ്മച്ചിയുടെ വീട്ടിലാണെങ്കിൽ ഇപ്പൊ അവൻ എന്നാ ചെയ്തേനെ? അവന്റെ തൊടയിലെ തൊലി കാണലായിരുന്നല്ലേ. ഇനി അവൻ എന്നാ ചെയ്യുന്നേ നമുക്കൊന്ന് നോക്കാം. തല്ലിപ്പറിച്ചെടുത്ത പൂങ്കുലിയമ്മ അവൻ എങ്ങോട്ടാ പോയത്? അവൻ നേരെ പോയത് അവന്റെ അമ്മയുടെ അടുത്തേക്കാ. അമ്മേ, ദാ ഇത് കണ്ടോ? എന്റെ ആയിരിക്കുന്ന ഈ പൂങ്കുലിയം വെച്ച് എനിക്കൊരു മാലയുണ്ടാക്കി തരുമോ? ബെസ്റ്റ്, കിട്ടിയത് തന്നെ. ഒരു ചെറു കുഞ്ചിയോട് കൂടി പിഞ്ചോമനെ കൊഞ്ചി പറഞ്ഞു. അമ്മ എന്തോന്നും മിണ്ടാത്തത്? മിണ്ടിയില്ല അമ്മ, മിണ്ടിയില്ല. പിന്നെ ഒരക്ഷരം മിണ്ടിയില്ല അമ്മ, മിണ്ടിയില്ല. പിന്നെ ഒരക്ഷരം മിണ്ടിയില്ല. എന്തെങ്കിലും മിണ്ടാനുണ്ടോ? ഇല്ല, ഒന്നും മിണ്ടാനില്ല. ഇനി മിണ്ടിയിട്ടെന്താ കാര്യം? അവൻ വീണ്ടും ചോദിച്ചു, അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? ഈ പൂക്കൾ തേനില്ലെങ്കിൽ ഞാൻ ഇനിയും പോയി നമ്മുടെ മുറ്റത്ത് ഇരിക്കുന്ന മാവിന്ന് തല്ലി പറിച്ചോണ്ട് വരാം. ഇത് കേട്ട അമ്മയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. അമ്മ മാവിന്ന് തന്നെ ഒരു കമ്പൊടിച്ച് മകനെ അമ്മ തലങ്ങും തല്ലി. അയ്യോ അമ്മേ, തല്ലല്ലേ അമ്മേ. ഞാൻ തേങ്ങ കരഞ്ഞു. മാല കെട്ടാൻ പൂക്കൾ എടുക്കുന്നത് പുച്ഛമാണോ?
മുല്ല, പിച്ചി, റോസ ഇതും വെച്ചെല്ലാം വെച്ച് മാല കോർക്കാമെങ്കിൽ മാമ്പൂം കൊണ്ട് മാത്രം മാല കോർത്തുകൂടാ. പക്ഷേ മാമ്പൂ കൊയ്ക്കാൻ പാടില്ല, തല്ലിത്തകർക്കാൻ പാടില്ല. കേരകവുങ്ങിൽ പൂവുകളൊന്നും തല്ലിത്തകർക്കാൻ പാടില്ല, തല്ലിത്തകർക്കാൻ പാടില്ല. ആ അമ്മയുടെ ദേഷ്യം അവൻ ആദ്യമായാണ് കാണുന്നത്. വളരെ ശബ്ദം. കൂട്ടുകാരെ, നമ്മുടെ വീടുകളിലും നമ്മുടെ അമ്മമാർ എന്നും രാവിലെ അലറിയ ശബ്ദം നമ്മുടെ വീടുകളിലും കേൾക്കാറുള്ളതല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. തന്റെ പ്രിയപ്പെട്ട അമ്മയിൽ ഇങ്ങനെ ഒരു മാറ്റം കണ്ടപ്പോൾ അവന് സങ്കടം സഹിക്കാൻ പറ്റില്ല. അവന്റെ കണ്ണീന്ന് കണ്ണുനീർ കുടുകുടി ഒഴുകി. മക്കൾ തെറ്റ് കാട്ടിയാൽ അമ്മമാർ തല്ലാറുണ്ട്, വടക്ക് പറയാറുമുണ്ട്, പിണങ്ങിയിരിക്കാറുമുണ്ട്. അല്പസമയത്തിന് ശേഷം പിണക്കമെല്ലാം മാറി ഇഷ്ടത്തിലോ. കാരണം എന്താ? പിണങ്ങാനോ പിരിയാനോ ഒന്നും പറ്റാത്ത സ്നേഹമാണ് മാതൃപുത്ര സ്നേഹം. ദിവസങ്ങൾ കടന്നുപോയി. മാമ്പൂവിൽ കണ്ണുമാങ്ങയും ഉണ്ടായി. അത് മൂത്ത് പഴുത്ത് ഒരു മാമ്പഴം കാറ്റടിച്ചപ്പോൾ ഒരു മാമ്പഴം ഞൊട്ടേറ്റ് താഴെ വീണു. അങ്കണത്തെ മാവിൽ നിന്ന് ആദ്യത്തെ പഴം വിരിയേ അമ്മ തന്ന ത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടു കണ്ണീർ, ഉതിർന്നു ചുടു കണ്ണീർ. തേൻകിനിയും ഈ മാമ്പഴത്തിന്റെ രുചിയും എല്ലാവർക്കും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.